ഈ അമ്മ ഭാഗ്യവതിയാണെന്നുള്ളത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഇച്ചിരി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായി കേൾക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് പിള്ളേരൊക്കെ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്ന് പ്രൊഡക്ഷൻ, ഡയറക്ഷൻ. ഇപ്പോൾ അയാൾ ബോളിവുഡിൽ ഹിന്ദി പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. പ്രഹാസിൻ്റെ കൂടെ മറ്റേ KGF 3 അഭിനയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഷയിലും പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് കയറുമ്പോഴെല്ലാം ചേച്ചി ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കണേ, അല്ലെ മല്ലികയെ അറിയിക്കണേ, ഭാഗ്യവതി തന്നെ. അതിൻ്റെ അവസാനം ഇതാ, അവരെവിടെയോ പോയി ഒരു തെലുങ്കുള്ള അഭിനയിച്ചാലും എനിക്ക് ആ ഭാഗ്യം. അപ്പം ഞാനിപ്പോൾ തമാശയിൽ പ്രത്യേകമാണ് ഇപ്പം കിട്ടുന്ന പാതി പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചേര്. ഈ ഭാഗ്യമെല്ലാം കൂടെ ഏതെങ്കിലും വിധത്തിൽ ഞാനും കൂടെ എന്നൊക്കെ പറഞ്ഞ് തമാശ പറയാറുണ്ട്. ഏതായാലും ഈശ്വരനെ പ്രാർത്ഥിക്കണം. അത് കേൾക്കുമ്പോൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഒരുപാട് വേദന അനുഭവിച്ച സമയത്ത് 10ലും 12ലും പഠിക്കുന്ന 2 പിള്ളേരാകൂടെ. ഇന്നലെ കണ്ടു ഞാൻ എവിടെയോ ആ ബോഡി സുഖമായിട്ട് കലാഭവനിൽ ട്രിവാൻഡ്രം. ഈ പിള്ളേർ രണ്ടും നിൽക്കുന്നത് ആരാണ്ടോ ഇങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇത് കാണുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും സുരക്ഷിതരായി വളർത്തി കൊണ്ടുവന്നതിനെ പറ്റി എന്നുള്ളത് അത് അനുഭവിക്കുന്ന അമ്മമാർക്കേ അതറിയുള്ളൂ. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട. ഏതായാലും ഇത്രത്തോളം എത്തി. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്നത് 2 പേർക്കും വലിയ സ്നേഹം. അത് തുടർന്ന് പോട്ടെ മരണം വരെ. സ്ത്രീകൾ പ്രായഭേദമന്യേ ഇൻഡിപെൻഡന്റ്, കോൺഫിഡന്റ് ആൻഡ് കേപ്പബിൾ ആയി തുടങ്ങി. ഹെൽത്ത് സീരിയസ് ആയി എടുത്തതിന്റെ മാറ്റം കണ്ടില്ലേ? Fira Masala Oats. Beat your age with the taste of health.